നമസ്കാരം. ആനുകാലിക കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ. ഇതിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പലരും എന്നോട് ഒരു ദിവസത്തെ കോളുകളിൽ ഒരു 75% ഈ സൗന്ദര്യത്തെ ബന്ധപ്പെടുത്തിയുള്ളതാണ്. സൗന്ദര്യത്തെ ബന്ധപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേക്ക് മുഖം ഞങ്ങളുടെ പഴയ നിറമില്ല മാഡം, ഇപ്പം ഒത്തിരി കറുത്തുപോയി, മുഖം ചുളുങ്ങിപ്പോയി, അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ ശരീരം മെലിയുന്നു. ഈ ഒരു 3 കാര്യം മിക്കവാറും കേൾക്കാറുണ്ട്. അത് ഒരുമിച്ച് ഒരു കോറിലേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാരണമാണതിന്. അതുകൊണ്ടാണ് ഈ 3 കാര്യവും മിക്കവാറും കാണുന്നത്. അതെല്ലാം തന്നെ എവരിത്തിങ് ബിഗിൻസ് ഇൻ യുവർ ഗട്ട് എന്ന് പറഞ്ഞ പോലെ വയറിനകത്തുള്ള മൈക്രോഫ്ലോറയുടെ നാശമാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് വഴിയാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ കെമിക്കൽ ഇൻ്റർവെൻഷൻ, നമ്മുടെ റിഫൈൻ പ്രോഡക്ട്സ് ആവട്ടെ, നമ്മളുടെ മറ്റുള്ള കെമിക്കൽസ്, നമ്മൾ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കളുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും, ഇവയെല്ലാം തന്നെ മൈക്രോഫ്ലോറയെ നശിപ്പിക്കുന്നവയാണ്. കൂടാതെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചായ, കാപ്പി, ഇവയൊക്കെ തന്നെ അമിതമായ ചൂടിൽ വയറിനകത്ത് ചെല്ലുമ്പം അത് മൈക്രോഫ്ലോറയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. പാൽ ഉൽപ്പന്നങ്ങൾ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ്, ഇവയെല്ലാം തന്നെ നമ്മൾ, അതുപോലെ ബ്രോയിലർ ചിക്കൻ, മുട്ട, ഇവയിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ഇൻ്റർവെൻഷൻ, അതാണ് ഞാനെപ്പോഴും വിഷം എന്ന് പറയുന്നത്, ടോക്സിൻസ് എന്ന് പറയുന്നത് കെമിക്കൽ ഇൻ്റർവെൻഷനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ നമ്പർ 1 ആയിട്ടുള്ളതാണ് നമ്മുടെ ഉപ്പ് റിഫൈൻ പ്രോഡക്റ്റാണ്. റിഫൈനിങ് പ്രോസസ്സിൽ 60 കെമിക്കലുണ്ട്. കൂടാതെ ഈ ഉപ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ അയഡിനാണ്. കെമിക്കൽ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് അയഡിനാണ് അതിനകത്ത് ഒഴിച്ചു തരുന്നത്. അപ്പോൾ ശരീരത്തിന് വേണ്ടത് നാച്ചുറൽ അയഡിനാണെന്നിരിക്കെ ഈ കെമിക്കൽ അയഡിൻ്റെ ഇൻ്റർവെൻഷൻ അത് ഒത്തിരി അയഡിൻ ടോക്സിസിറ്റി ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഈ എത്ര കൂടുതലായിട്ട് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് നോഡ്യൂൾസ് ഇല്ലാത്ത ആളുകളില്ല. അതോടൊപ്പം തന്നെ ഈ കൂടുതലായിട്ട് ഹൈപ്പറും അതോടൊപ്പം എന്താ പറയുക, ശരീരം മെലിയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന രീതിയിൽ വളരെയധികം വ്യാപകമായിട്ട് കാണുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രതിഭാസമായി വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം വൈറ്റമിൻ D3 കുറയുന്നുണ്ട്, സീറം ബിലിറൂബിൻ കൂടുന്നുണ്ട്, പല എൻസൈംസും SGOT SGPT ഒക്കെ അതിൻ്റെ ലെവൽ കൂടി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെയും വയറുമായി ബന്ധപ്പെട്ടാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പലർക്കും വയറിനകത്ത് നല്ല വിശപ്പാണ്, പക്ഷേ ഭയങ്കര എരിച്ചിലാണ്, എന്ത് കഴിച്ചാലും വയറ് പെരുകിയിരിക്കുക. വിശപ്പ് നന്നായിട്ടുണ്ടെങ്കിലും ശരീരത്തിലൊന്നും പിടിക്കുന്നില്ല, എങ്ങോട്ട് പോകുന്നെന്ന് അറിഞ്ഞൂടാ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ മലത്തിലോ മൂത്രത്തിലോ ഒക്കെ കൂടെ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഫേസിനകത്തുള്ള ഡിസ്കളറേഷനാണ്. അപ്പോൾ ആ ഡിസ്കളറേഷനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഗവേഷണങ്ങൾ ചെയ്ത് പല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. കറുത്ത മുഖം വെളുപ്പിക്കുന്ന ഡോക്ടർ എല്ലാ ദിവസവും ഓരോരോ റെസിപ്പികൾ എത്ര എണ്ണം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതും അതിനോടൊപ്പം പലപ്പോഴും പലർക്കും പല റെസിപ്പികളും ശരിയാതെ വരുന്നുണ്ട് എന്ന് എന്നോട് പറയാറുണ്ടോ, മാഡം അത് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തിന് അത്ര ശരിയായില്ല. അപ്പോൾ ഞാൻ പറയും, അടുത്ത ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പം പഴത്തിൻ്റെ തന്നെ എത്ര എണ്ണം കിടപ്പുണ്ട്, ഏത്തപ്പഴത്തിൻ്റെ കിടപ്പുണ്ട്, അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിൾ കിടപ്പുണ്ട്, പിന്നെ വെണ്ടയ്ക്ക, പച്ചക്കറിയിൽ വെണ്ടയ്ക്ക ഉണ്ട്, കുക്കുംബറുണ്ട്, ക്യാരറ്റുണ്ട്, ഓറഞ്ച് ഫ്രൂട്ട്, അങ്ങനെ പപ്പായയുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെയധികം റെസിപ്പികളുടെ ഒരു എന്താ പറയുക, ഒരു ജൈത്രയാത്രയാണ് എൻ്റെ വീഡിയോസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരു ജസ്റ്റ് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ഫേസ് എന്നിട്ട് കഴിഞ്ഞാൽ അതെല്ലാം വരും. അതോടൊപ്പം തന്നെയാണ് ഹെയറും ഫേസും, ഇത് രണ്ടും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള പേഷ്യൻസാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതിന് നല്ല റിസൾട്ട് കൊടുക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കോൺഫിഡൻസാണ് ഞാൻ എൻ്റെ ഈ റെസിപ്പിയിൽ ഈ റെസിപ്പിയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും ഇന്നത്തത് ഒരു ബ്യൂട്ടി റെസിപ്പിയാണ്. ബ്യൂട്ടി ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ. ക്യാരറ്റ് കാണുമ്പോൾ തന്നെ എന്തൊരു നല്ല കളറാണ്. അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി, ബീറ്റ കരോട്ടിൻ്റെ അളവ്, ഇവയൊക്കെയാണ് ക്യാരറ്റിന് ഈ നല്ല നിറം കൊടുക്കുന്നത്. ആ നിറം തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടാൻ, ഇത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. കഥയാണോ അത് റിയൽ ഇൻസിഡൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ലേഡി സ്ഥിരമായിട്ട് ഓറഞ്ച്, ക്യാരറ്റ് ഇവ മാത്രം കഴിച്ചിട്ട്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല അവർ, അത് മാത്രം കഴിച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കളർ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ കളറായെന്ന് പറയുന്നത്. അത്രയ്ക്ക്
ക്ലിയർ കോംപ്ലക്ഷനായി, അവർക്ക് ഒരു അസുഖവും ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ നല്ല ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഒക്കെ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ അവർക്ക് അതിൽ മാത്രം അവർ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല, ഇങ്ങനെ 1-2 ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായും ക്യാരറ്റിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ. തീർച്ചയായും ഒരു ബ്യൂട്ടി ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ആണ് ഇതിൻ്റെ പ്രധാന താരം. അതോടൊപ്പം ഈ ഓയിൽ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, റിഫൈൻഡ് ഓയിലല്ല ഉപയോഗിക്കേണ്ടത്, വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയതിന് ശേഷം ചേർക്കാൻ തേൻ വേണം, കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടി വേണം, കുങ്കുമാതി തൈലം. ഇത്രയുമാണ് നമുക്കിതിനോടൊപ്പം ചേർത്ത് നമുക്കൊരു ഫേസ് സീറമാണിത്, ഫേസ് സീറം. അത് എല്ലാ ദിവസവും രാത്രി പുരട്ടി കുറേ നേരം കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ചേരുവകളെന്ന് നോക്കാം. ഇത് ഞാൻ ചേരുവകളാകെ ഇത് ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാൻ വെറും 2 ചേരുവകളാണ്. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. 2 ക്യാരറ്റ് എടുക്കുക, ഇത് ഗ്രേറ്റ് ചെയ്തതാണിത്. അത് ആദ്യം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തിളപ്പിച്ചാണ് എടുക്കേണ്ടത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്, ഉരച്ചെടുത്തത്. 2 ക്യാരറ്റ്, ഏകദേശം ഒരു ഇടത്തരം ക്യാരറ്റ് എടുത്താൽ മതി. അപ്പോൾ എത്രയാണെങ്കിലും ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ് നികന്ന് നിൽക്കണം, ഇതിൻ്റെ മുകളിൽ ഓയിൽ നിൽക്കണം, അതാണ് അതിൻ്റെ കണക്ക്. ഇങ്ങനെ നിന്നാൽ മതി. ഇനി ഇത് നമുക്ക് തിളപ്പിക്കണം. തിളപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഒത്തിരി അങ്ങ് മാറണ്ട കേട്ടോ. ഇത് ബ്രൗൺ കളറായ അതിൻ്റെ ഗുണം പോയെന്നാണ്. നിങ്ങൾ നോക്കും, കളർ ഇറങ്ങി വരുന്നത് കണ്ടോ? ക്യാരറ്റിൻ്റെ ആ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് എക്സലൻറ്റ്, നല്ല മണവുമുണ്ട്. പ്രത്യേകിച്ചും വെർജിൻ ഓയിൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മണം എക്സലൻ്റാണ്. വെർജിൻ ഓയിൽ ആയിരിക്കണമെന്ന് മാത്രം. ഓയിലിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളം ക്യാരറ്റിലുണ്ടല്ലോ, ആ വെള്ളം പോയി കിട്ടണം. അത് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ഈ ബ്രൗണൊന്നും ആവണ്ട. ബ്രൗൺ കളറായാൽ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റിയും അതൊക്കെ കുറയും. അതുകൊണ്ട് ബ്രൗൺ കളറാവാതെ ഇത് നമ്മൾ ഇത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്തിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, ഈ സൗണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് നിൽക്കും. അപ്പോഴത്തേക്ക് ആ വെള്ളം തീരും. അതുവരെ ഈ ഒരു സൗണ്ട് വരും. പിന്നെ ഇതിൻ്റെ നിറവും നമുക്ക് ഒരു ചെറിയതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നിർത്താം. നല്ല മണം. പാചകം കണ്ടോ, കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് എൻ്റെ പാചക സമയം കറക്റ്റായി കണ്ടോ. എണ്ണയിൽ ക്യാരറ്റിൻ്റെ എസൻസ് ഇറങ്ങി കിടക്കുകയാണിത്. ഓക്കെ, ഇത് ഇപ്പം ഞാൻ ചൂടോടെ ഒഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തയ്യാറാക്കി. ഞാനിതെല്ലാം തന്നെ ഒരു ട്രയൽ നടത്തിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഈ വീഡിയോ പിടിക്കുന്നത് തന്നെ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ തയ്യാറാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വേറൊരു തരത്തിൽ തയ്യാറാക്കാം. ഇതുപോലെ ഇട്ട് തിളപ്പിക്കാതെ നേരെ ഇത് ഉരച്ചിട്ട് അത് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് ഇതുപോലെ ഒരു കുപ്പി വയ്ക്കാം.
അതൊരു 24 മണിക്കൂർ മുതലൊരു 48 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. പക്ഷെ അന്നേരം ഇത്രയും നല്ല നിറം കിട്ടത്തില്ല, ആ ഒരു വ്യത്യാസമുണ്ട്. അല്ലാതെ വേറെ വലിയ ഗുണത്തിന് കുഴപ്പം വരുമെന്ന് തോന്നുന്നില്ല, നിറം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഫേസ് സീറം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തേൻ വേണം, ഒരു ടീസ്പൂൺ തേൻ. അതിലേക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ചിലർക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി പ്രശ്നമുള്ളവർക്ക് അത് ചേർക്കണ്ട. തേനും എടുത്ത് കുങ്കുമാതി തൈലവും കൂടെ ചേർത്ത്, കുങ്കുമാതി തൈലം തന്നെ വേണമെന്നില്ല, അതിന് പകരം ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വെർജിൻ ഓയിൽ തന്നെയും ചേർക്കാം. ഇപ്പോൾ വെർജിൻ ഓയിൽ ഓൾറെഡി ഇരിക്കുന്നത് കൊണ്ട്, വെർജിൻ ഓയിൽ ഇതിൽ ചേർത്തത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതാ, ഇത് ഒരു ടീസ്പൂൺ ചേർക്കുക. ഒരു ടീസ്പൂൺ ക്യാരറ്റ് ഓയിൽ ചേർത്ത്, ഇത് ക്യാരറ്റ് ഓയിലാണ്. ഇനി ഇതിപ്പോൾ ഒരു മിക്സിങ് ഓഫ് ഡിഫറെൻറ്റ് ഓയിൽസ് എന്ന് പറയാം. ക്യാരറ്റിൻ്റെ ഓയിലുണ്ട്, അതോടൊപ്പം കുങ്കുമാതി ഓയിലുണ്ട്, വെർജിൻ ഓയിലുണ്ട്. കളർ വയ്ക്കാൻ വേറെ ഇതിനേക്കാൾ നല്ല സാധനം വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കോമ്പിനേഷൻ എക്സലൻറ്റ് കോമ്പിനേഷൻ. കുങ്കുമാതി തൈലവും തന്നെ വളരെ എഫക്റ്റീവാണ് വൈറ്റനിങ്ങിനും ഈ പാടുകളൊക്കെ പോവാനും ഒക്കെ നല്ലതാണ്. വെർജിൻ ഓയിൽ അതിനേക്കാൾ നല്ലത്. ഇതാണ് ഫേസ് സീറം. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കിയാൽ ഫ്രിഡ്ജ് വയ്ക്കാം. ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് പുരട്ടി ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം കിടക്കാം. ചുമ്മാതെ വാഷ് ചെയ്യാവൂ, സോപ്പിടാൻ പാടില്ല. കാരണം ഇതിൻ്റെ ആ ഓയിൽ കണ്ടൻറ്റ് നമ്മുടെ മുഖത്ത് വേണം. പിന്നെ ഇത് ഏറ്റവും അനുയോജ്യമായത് ഡ്രൈ സ്കിന്നുള്ളവർക്കാണ്. ചർമ്മം വരണ്ടുണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് ജന്മനാ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അത് പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല, എങ്കിൽ കൂടിയും ഒരളവ് വരെ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റും. അതോടൊപ്പം തന്നെ പല അസുഖങ്ങൾ, ഓട്ടോഇമ്യൂൺ ഡിസോർഡറായ ജോഗ്രൻ സിൻഡ്രോം, ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിൽ ഈ ഓയിൽ നമ്മുടെ ചർമ്മത്തിനകത്തുള്ള സ്വേദഗ്രന്ഥികൾ, അതായത് നാച്ചുറൽ ഓയിൽ തയ്യാറാക്കുന്ന ഗ്ലാൻസ് ഉണ്ട്, ആ ഗ്ലാൻസ് നശിച്ചു പോവുകയാണ് ജോഗ്രൻ സിൻഡ്രോമിൽ. അതായത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറാണ്. അപ്പോൾ അതിൽ കണ്ണിനകത്ത് ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്ന് ഉമിനീര് വരത്തില്ല, അതുപോലെ മൂക്കിൽ മണം കാണില്ല, വായ്ക്കകത്ത് ഉമിനീര് കാണില്ല, ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഉള്ളിൽ കഴിക്കാനെന്നല്ല, അത് മുഖത്ത് അത് മൊത്തത്തിൽ ശരീരത്തിൽ സ്കിന്ന് ഡ്രൈനെസ് ഉണ്ടായിരിക്കും അവർക്ക്. കൂടാതെ എക്സിമ ഡെർമറ്റൈറ്റിസ് അവർക്കും വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് ഫേസിൽ പുരട്ടാനാണെങ്കിൽ അവർക്ക് നേരെ ഈ ക്യാരറ്റ് ഓയിൽ മുഖത്ത് പുരട്ടാം. മുഖത്തുമല്ല, ശരീരം മുഴുവനും പുരട്ടാം. ഇതുപോലെ ഇരിക്കുമ്പോൾ കുറച്ചെടുത്തങ്ങ് കുളിച്ചിട്ടങ്ങ് പുരട്ടിയിട്ടാൽ മതി, ഇത്ര നല്ല ഡ്രൈനെസ് ഉള്ളവർക്ക്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലവിധ അലർജി അസുഖങ്ങൾ, പല മരുന്നുകൾ കഴിക്കുന്നവർക്ക് ശരീരത്തിൽ ഈ ഓയിൽ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏത് പ്രായക്കാർക്കുമാണെങ്കിലും ഇത് വളരെ അനുയോജ്യമാണ്. അത് സ്ഥിരമായി കുളിച്ച് കഴിഞ്ഞ് ഇത് പുരട്ടിയിടുക. അത് ഈ ക്യാരറ്റ് ഓയിൽ മാത്രമാണ്, നിങ്ങളന്നേരം ഈ തേനും ഒന്നും ചേർക്കരുത്. അത് ഫേസിന് വേണ്ടിയാണ് ഞാൻ ഈ തേനും ഈ പറയുന്ന കുങ്കുമാതി തൈലവും അതോടൊപ്പം കസ്തൂരി മഞ്ഞളും ചേർത്ത ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയത്. ഇത് ഫേസിന് വേണ്ടിയാണ്, അല്ലാതെ ഇത് ദേഹത്ത് പുരട്ടാനല്ല. ദേഹത്ത് ഇത് മാത്രം പുരട്ടിയാൽ മതി. ഒന്നുമില്ലെങ്കിലും ഈ വെർജിൻ ഓയിലെങ്കിലും പുരട്ടി നിങ്ങൾ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കണം. വളരെയധികം ഡ്രൈനെസ് ഉള്ളവർക്ക് ഗ്ലിസറിൻ കൂടെ ചേർത്തിട്ട് കുളിച്ചിട്ട് ആ ഒരു ചെറിയ ഈർപ്പത്തോടു കൂടി വേണം ഇതൊക്കെ പുരട്ടാനെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിലല്ല പുരട്ടേണ്ടത്, ചെറിയ ഈർപ്പം കാണാം. അത് കുളിച്ചിട്ട് വരുന്ന ആ ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ കൂടൊപ്പം വെർജിൻ ഓയിലിൻ്റെ കൂടെ വേണം ഇത്തിരി ഗ്ലിസറിൻ കൂടെ ചേർത്ത് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഇതിനകത്ത് വെർജിൻ ഓയിൽ ഉള്ളതുകൊണ്ട് ഇതിനോടൊപ്പം വെർജിൻ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രമായാലും മതി. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഡ്രൈനെസ്സിനെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. അതുപോലെ സൗന്ദര്യത്തിന് വേണ്ടി നല്ല നിറം ഉണ്ടാവാനും ചുളിവും
പാടും പൊട്ടുകളും ഒക്കെ കുറയാനും ഒക്കെ സഹായിക്കും. ഇപ്പോൾ ഇത് കണ്ടിട്ട് പലരും പറയും, മാഡത്തിന് എന്താ ഈ നെറ്റിയിൽ ചുളിവുകൾ എന്നൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയാം, സ്വാഭാവികം. എനിക്ക് പ്രായത്തിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ പ്രായം. അപ്പോൾ അത്രയ്ക്ക് കൂടുതൽ പ്രായമുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഫോർഹെഡിൽ ഒത്തിരി വരകളുണ്ട്. അപ്പോൾ കൊച്ചിലെ തന്നെ എനിക്കുള്ള കാര്യമാണ്, ഇപ്പോഴുള്ളതല്ല. അപ്പോൾ അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലാതെ ഉള്ള പാടുകളും പൊട്ടുകളും ഒക്കെ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഏത് പ്രായത്തിലും. അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ ഉള്ളിലോട്ട് കഴിക്കുന്ന ഭക്ഷണവും വളരെ പ്രധാനമാണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ നന്നായിട്ട് നറിഷ്മെൻറ്റ് നന്നായിട്ട് കൊടുക്കണം ഉള്ളിലേക്ക്. അപ്പോൾ എല്ലാം സ്കിന്നും ശരിയാവും. പുറമേ വേണം, ഉള്ളിലേക്കും കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ എപ്പിസോഡിൽ.